ആത്മഹത്യാക്കുറിപ്പിലുള്ളതുപോലെ കൊറിയൻ ഭ്രമമല്ല ആത്മഹത്യക്ക് കാരണം. സംശയങ്ങളേറുന്നു, ദുരൂഹതയേറുന്നു. എറണാകുളം ചോറ്റാനിക്കരയിൽ 16 വയസ്സുകാരെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുകയാണ്. കുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പിൽ കൊറിയൻ സുഹൃത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഫോൺ പരിശോധനയിൽ നിന്ന് ഒന്നും കണ്ടെത്താനായിട്ടില്ല. കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. രണ്ട് ദിവസം മുൻപാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 3 സഹോദരിമാർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. കൊറിയൻ ഡ്രാമകൾക്കും ഗെയിമുകൾക്കും അഡിക്റ്റ് ആയിരുന്ന പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ മാതാപിതാക്കൾ ബലമായി വാങ്ങി വിറ്റതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. കൊറിയൻ സംസ്കാരം കേരളത്തിലെ കൗമാരക്കാരെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ചോറ്റാനിക്കരയിലെ 16 വയസ്സുകാരിയുടെ മരണം. കുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പിലെ കൊറിയൻ സുഹൃത്തിനെ കുറിച്ചുള്ള പരാമർശത്തിന് പിന്നിലെ വാസ്തവം എന്താണ്? കഴിഞ്ഞ ജനുവരി 27-നാണ് ചോറ്റാനിക്കരയിൽ 16 വയസ്സുകാരി ആദിത്യയുടെ മൃതദേഹം ഉപയോഗശൂന്യമായ പാറമടയിൽ നിന്ന് ലഭിക്കുന്നത്. സ്കൂളിലേക്ക് പോയ കുട്ടി പാറമടയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. കുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു കുറിപ്പും കണ്ടെടുത്തു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു കൊറിയൻ സുഹൃത്തിന്റെ മരണമാണ് ആദിത്യയെ വേദനിപ്പിച്ചത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. കൊറിയൻ സുഹൃത്ത് തന്നത് എന്ന് പറഞ്ഞ ഒരു സമ്മാനവും കുട്ടി വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ പരിശോധനയിൽ അത് കൊറിയയിൽ നിന്നുള്ളതല്ല എന്ന് കണ്ടെത്തി. കൂട്ടുകാർക്ക് പലർക്കും കൊറിയൻ സുഹൃത്തുക്കൾ ഉള്ളതായും കുട്ടി മുൻപ് മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. ഇത് ചെയ്യുന്നതിൻ്റെ തലേദിവസം വരെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നയച്ചതാണ്. ചിരിച്ച് കളിച്ച് നല്ല ഹാപ്പി മൂടി തന്നെയാണ് ഇരുന്നയച്ചത്. രാവിലെ എല്ലാ ദിവസവും പോകുന്ന പോലെ പതിവ് പോലെ സ്കൂളിൽ പോവുകയാണ്, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അവിടെ ഒന്നും നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ചാറ്റുകളോ അങ്ങനെ ഒരു സുഹൃത്തുള്ളതായ ലക്ഷണമോ ഇല്ല. പിന്നെന്താണ് ഇത്തരത്തിലൊരു കുറിപ്പിന് ആധാരം? അങ്ങനെ ഒരു കുറിപ്പ് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു? അല്ലെങ്കിൽ ഒരു കൊറിയൻ ഭാഷ എഴുതാൻ കഴിഞ്ഞു? കാരണം അതിലൊക്കെ എഴുതാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ പുറകിൽ വേണമല്ലോ, എങ്കിലല്ലേ അത് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഫോണിൽ ആയിരിക്കണം അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവുക. ആ ഫോൺ തുറന്നിട്ട് അതിലൊന്നും ഇല്ലയെന്ന് പറയണം. അപ്പോൾ വെറുതെ എൻ്റെ കൊച്ചൊരു കുറിപ്പ് ചുമ്മാ എഴുതി വെക്കുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കുട്ടി മരിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അന്വേഷണം എങ്ങും എത്താത്തതിൽ അതൃപ്തിയിലാണ് കുടുംബം. അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ ഉടൻ സമീപിക്കും. ആത്മഹത്യ ചെയ്യത്തക്ക വിധം മറ്റു മനോവിഷമങ്ങൾ ഒന്നും തന്നെ കുട്ടിക്കുണ്ടായിരുന്നില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പിന്നെന്തിനാണ് ഇങ്ങനെയൊരു കുറിപ്പെഴുതി ഈ 16-കാരി ആത്മഹത്യ ചെയ്തത്? അതല്ല ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? മകൾ മരിച്ചതിന്റെ കാരണമറിയാതെ വേദനയിലാണ് ആദിത്യയുടെ കുടുംബം. ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.